നമസ്കാരം. പി കെ മീഡിയയുടെ സ്റ്റോറീസ് ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം. ആരോമൽ ചേകവറിന്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വടക്കൻ പാട്ടുകളിലെ വാഴ്ത്തപ്പെടുന്ന ഒരു 16-ാം നൂറ്റാണ്ടിൽ വടക്കൻ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു ധീരയോദ്ധാവാണ് ആരോമൽ ചേകവർ. വടക്കൻ പാട്ടുകളിൽ കൂടുതൽ ജനസ്വാധീനം ലഭിച്ചത് പുത്തൂരം പാട്ടുകൾക്കും തച്ചോളിപ്പാട്ടുകൾക്കുമാണ്. ഇവ കൂടാതെ വടക്കൻ പാട്ടുകളിൽ പൂമാത പൊന്നമ്മയുടെ പാട്ടുകൾ, മതിലേരി കന്നിയുടെ പാട്ടുകൾ എന്നിങ്ങനെ ഒറ്റപ്പെട്ട പാട്ടുകൾ വേറെയുമുണ്ട്. ആരോമൽ ചേകവർ, ഉണ്ണിയാർച്ച തുടങ്ങിയവരെ കുറിച്ചുള്ള പാട്ടുകളാണ് പുത്തൂരം പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. തച്ചോളി ഉദയനൻ, തച്ചോളി ചന്തു തുടങ്ങിയവരെ കുറിച്ചുള്ള പാട്ടുകളാണ് തച്ചോളി പാട്ടുകൾ എന്നറിയപ്പെടുന്നത്. തൊഴിലെടുക്കുന്ന അവസരങ്ങളിൽ സ്ത്രീകൾ പാടുന്ന പാട്ടുകൾ എന്ന നിലയിൽ വടക്കൻ പാട്ടുകളെ തൊരപ്പാട്ടുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. കാർഷിക വൃത്തിയുടെ തുടക്കത്തിൽ ഞാറ് നടുമ്പോൾ പാടുന്ന പാട്ട് എന്ന നിലയിൽ ഇവ നാട്ടിപ്പാട്ട് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അസാമാന്യമായ ധീരതയും മെയ്യഴകും ആരോമൽ ചേകവർക്കുണ്ടായിരുന്നു. ആരോമൽ ചേകവരെ പറ്റി വാഴ്ത്തിയിട്ടുള്ള പാട്ടുകളിൽ പ്രധാനപ്പെട്ടത് പുത്തരിയങ്കം വെട്ടിയതും പകിടകളിക്ക് പോയതുമാണ്. പുത്തൂരം പുത്രി ഉണ്ണിയാർച്ച എന്ന സിനിമയിൽ വയലാർ രാമവർമ്മ എഴുതി അവതരിപ്പിച്ച ഗാനം വളരെ പ്രശസ്തമാണ്. അത് ആരംഭിക്കുന്ന പ്രകാരമാണ്: പാടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വീരകഥകൾ, ധീരകഥകൾ, അത്ഭുത കഥകൾ പാടാം എന്നാണ്. ആരോമൽ ചേകവരുടെ ആദ്യകാലത്തെ നോക്കാം. പണ്ട് ഉത്തര കേരളത്തിൽ കോഴിക്കോട്, കോലത്തുനാട് എന്നിങ്ങനെ ഉള്ള ചില നാട്ടുരാജ്യങ്ങൾ നിലനിന്നിരുന്നു. അതുകൂടാതെ ചെറു നാട്ടുരാജ്യങ്ങളും നിലനിന്നിരുന്നു. അക്കൂട്ടത്തിലുള്ള ഒരു രാജ്യമായിരുന്നു കടത്തനാട്. ഇന്നത്തെ കോഴിക്കോട്ടെ വടകരയായിരുന്നു പണ്ടുകാലത്തെ കടത്തനാട് എന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ കടത്തനാട്ടിലാണ് 16-ാം നൂറ്റാണ്ടിൽ അതിപ്രശസ്ത പുത്തൂരം വീട് സ്ഥിതി ചെയ്തിരുന്നത്. ഉദയനനും ഒരു നൂറ്റാണ്ട് മുമ്പ് ആയിരുന്നു ഈ പുത്തൂരം വീട്ടുകാർ ജീവിച്ചിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അമ്പാടി കോലോത്തെ മേനോന്മാർക്കും പൊൻവാണിഭ ചെട്ടികൾക്കും പണം പലിശയ്ക്ക് കൊടുത്തിരുന്നതും പുത്തൂരം വീട്ടുകാരാണ്. യുദ്ധമുണ്ടായാൽ ആദ്യം രാജാക്കന്മാർ പടയാളികളെ തേടി ചെന്നെത്തുന്നതും പുത്തൂരം വീട്ടുകാരുടെ കളരിയിലായിരുന്നു എന്നും വടക്കൻ പാട്ടുകളിൽ പറയപ്പെടുന്നു. കടത്തനാട്ട് നാട്ടുരാജ്യത്തെ പ്രശസ്ത ഹിന്ദു തീയർ തറവാടായ പുത്തൂരം തറവാട്ടിൽ കണ്ണപ്പ ചേകവരുടെ മകനായിട്ടാണ് ആരോമൽ ചേകവർ ജനിച്ചത്. ആരോമലിന് ഉണ്ണിയാർച്ച എന്ന ഒരു സഹോദരിയും ഉണ്ണിക്കണ്ണൻ എന്നൊരു സഹോദരനും ഉണ്ടായിരുന്നു. ആരോമൽ ചേകവരുടെ ശരീരവർണ്ണനകൾ നോക്കാം. പുത്തൂരം വീട്ടിൽ ജനിച്ചവരെല്ലാം പൂപോലഴകുള്ളവരായിരുന്നു. ആണുങ്ങളായി വളർന്നവരെല്ലാം അംഗം ചെയ്യിച്ചവരായിരുന്നു. കുന്നത്തു വെച്ച വിളക്കുപോലെ, ചന്ദനക്കാതൽ കടഞ്ഞ പോലെ, പുത്തൂരം ആരോമൽ ചേകവരോ പൂന്തിങ്കൾ മാനത്തുദിച്ച പോലെ, മുത്തുകടഞ്ഞ കതിർമുഖവും ശംഖുകടഞ്ഞ കഴുത്തഴകും, ആലിലയ്ക്കൊത്തോരണിവയറും പൂണൂൽ പരിചത്ത പുഞ്ചുണങ്ങും, പൊക്കിൽക്കുഴിയും പുറവടിവും പുന്നേലസിറ്റ മണിയരയും, അങ്കത്തഴമ്പുള്ള പാദങ്ങളും പാദങ്ങൾക്കൊത്ത മെതിയടിയും, പുത്തൂരം ആരോമൽ ചേകവരോ പൂവമ്പനം പോലായിരുന്നു, ഏഴഴകുള്ളവനായിരുന്നു, എല്ലാം തികഞ്ഞവനായിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ ശരീരവർണ്ണന. കുടുംബ പശ്ചാത്തലത്തെ നോക്കാം. തന്റെ മച്ചുനായ ചന്തുവിനോടൊപ്പം കളിച്ചു വളർന്ന ആരോമലിന് ചന്തുവിന്റെ ഉണ്ണിയാർച്ചയോടുള്ള ഇഷ്ടം അംഗീകരിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ആർച്ചയെ ആറ്റുമണമേൽ കുഞ്ഞിരാമന് സംബന്ധം ചെയ്തു കൊടുത്തു. അത് ചന്തുവിന് ആരോമലിനോടുള്ള ശത്രുതയ്ക്ക് കാരണമായി. ആരോമൽ അമ്മാവന്റെ മകളായ ആലത്തൂർ വീട്ടിലെ കുഞ്ഞുണ്ണിയിലെയാണ് വിവാഹം ചെയ്തിരുന്നത്. കണ്ണപ്പനുണ്ണി അതിലുണ്ടായ മകനാണ്. മികവിൽ മികച്ചേരി വീട്ടിൽ തുമ്പോലാർച്ചയും ആരോമലിന്റെ ഭാര്യയായിരുന്നു. അതിൽ ജനിച്ച കുഞ്ഞിന് ഉണ്ണിക്കണ്ണൻ എന്നാണ് പേരിട്ടത്. കളരികൾക്ക് ആശാനായ ആരോമലിന്റെ കഥകളെ നോക്കാം. ആരോമൽ സഹോദരി ഉണ്ണിയാർച്ചയ്ക്കും അച്ഛനായ ചന്തുവിനും ആറ്റുമണമേൽ കുഞ്ഞിരാമനുമൊപ്പം അച്ഛന്റെ ശിക്ഷണത്തിലാണ് കളരി പരിശീലിച്ചത്. ആരോമൽ ചേകവർ ചെറുപ്പത്തിലെ അംഗവിദ്യകളെല്ലാം സ്വായത്തമാക്കിയിരുന്നു എങ്കിലും ഒരിക്കലും വീട്ടുകാർ അദ്ദേഹത്തെ അംഗത്തിന് അയച്ചിരുന്നില്ല. ഒരിക്കലും അദ്ദേഹം അംഗം വെട്ടിയിരുന്നുമില്ല. അദ്ദേഹം കളരികളിൽ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്ന കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നു. അങ്ങനെ 18 കളരികൾക്ക് ആശാനായി തീർന്നു ആരോമൽ ചേകവർ. പകിടകളിയുടെ കഥ നോക്കാം. ആരോമൽ ചേകവർ പകിടകളി പഠിക്കാൻ അമ്മാവിന്റെ വീട്ടിൽ പോകുമായിരുന്നു.
അമ്മാവന്റെ വീട്ടിൽ നിന്നും പകിടകളി അഭ്യസിച്ച ആരോമൽ ചേകവർ കളിയിൽ അമ്മാവനെ പരാജയപ്പെടുത്തി. അമ്മാവന്റെ അടുത്ത് പകിടകളിക്ക് പോയ ആരോമൽ ഒരിക്കൽ പുത്രജന്മത്തിനുള്ള നക്ഷത്രം ആകാശത്തുദിച്ചത് കണ്ട് തുമ്പോലാർച്ചയുടെ കതകിൽ ചെന്ന് മുട്ടി പുത്രവിധിയോഗം തനിക്ക് കാണുന്നുണ്ടെന്നും പുത്തൂരം വീട്ടിൽ തന്റെ ഭാര്യയുടെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അത് കഴിഞ്ഞു പോകുമെന്നും പറഞ്ഞ് വാതിൽ തുറക്കാൻ തുമ്പോലാർച്ചയോട് ആവശ്യപ്പെടുകയാണ്. ആദ്യം അച്ഛൻ തന്നെ വെടിവെച്ചോ വെട്ടിയോ കൊല്ലുമെന്ന് പറയുന്നുണ്ടെങ്കിലും രാജാവിനെ പോലത്തെ ചേകവനെ അനുസരിച്ചില്ലെങ്കിൽ അച്ഛന്റെ തലയ്ക്ക് ദോഷം തട്ടുമെന്ന് കരുതി തുമ്പോലാർച്ച കതക് തുറന്നു കൊടുത്തു. അവരുടെ ബന്ധത്തിന് ശേഷം മറ്റന്നാൾ സന്ധ്യയ്ക്ക് വരാമെന്ന് പറഞ്ഞ് ആരോമൽ പോയി. തുമ്പോലാർച്ച ഗർഭിണിയാവുകയും ആരോമൽ തിരിഞ്ഞു നോക്കാതിരിക്കുകയും ചെയ്തു. ഗർഭത്തിന് ഉത്തരവാദി ആരെന്ന് പറയാത്തതിനാൽ തുമ്പോലാർച്ചയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഉരപ്പുരയിൽ കിടന്ന് പ്രസവിക്കുകയും ചെയ്തു. അവൾ പ്രസവിച്ച് 28 നാൾ കഴിഞ്ഞിട്ടും ആരോമൽ പോയില്ല. തുമ്പോലാർച്ച മണ്ണാത്തി മുഖേന അയച്ച ഓല കിട്ടിയ ശേഷമാണ് അമ്മയെയും കൂട്ടി ആരോമൽ അവിടെ ചെന്നത്. പിന്നീട് അച്ഛനും അമ്മയും പെങ്ങൾ ഉണ്ണിയാർച്ചയും ചെന്ന് നൂലുകെട്ട് എന്ന ചടങ്ങ് നടത്തുകയുണ്ടായി. പുത്തരി അംഗത്തിന്റെ കഥ നോക്കാം. ഒരിക്കൽ പ്രജാപതി നാട്ടിലെ കുരുങ്ങടി കൈമൾ എന്ന ദേശവാഴി മരണപ്പെടുകയും അധികാരത്തിനായി അനന്തരവരിൽ കീഴൂരിടത്തിലെ ഉണ്ണിക്കോനാരും മേലൂരിടത്തിലെ ഉണ്ണിച്ചന്ദ്രാരും തമ്മിൽ മൂപ്പുതർക്കമുണ്ടായി. വൈറ്റാടിയുടെ സാക്ഷിമൊഴിയും മറ്റു നാടുവാഴികളുടെ ഒത്തുതീർപ്പ് ശ്രമങ്ങളുമെല്ലാം വിഫലമായി. ഉഭയകക്ഷികൾ പരസ്പരം അംഗപ്പോര് നടത്തി പ്രശ്നം പരിഹരിക്കണം എന്ന് തീരുമാനിക്കപ്പെട്ടു. അംഗത്തിന് ചേകവന്മാരെ നോക്കി നടന്ന ഉണ്ണിക്കോനാർക്ക് നല്ല ചേകവരെ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പേരും പ്രശസ്തിയുമുള്ള പുത്തൂരം വീട്ടിലെ ചേകവന്മാരെ പറ്റി അദ്ദേഹം കേൾക്കുന്നത്. അങ്ങനെ പല്ലക്കിലേറി ദേശം വിട്ട് ഉണ്ണിക്കോനാർ പുത്തൂരം വീട്ടിലെ കണ്ണപ്പ ചേകവരെ സമീപിച്ച് തനിക്ക് വേണ്ടി അംഗം വെട്ടണമെന്ന് അഭ്യർത്ഥിച്ചു. പക്ഷെ പ്രായമായ കണ്ണപ്പ ചേകവരെ ഉണ്ണിക്കോനാർക്ക് അത്ര തൃപ്തിയായില്ല. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആരോമൽ ചേകവർ ചെങ്കോലും പിടിച്ച് രാജകീയ പ്രൗഢിയിൽ ഉമ്മറത്തേക്ക് വന്നത്. ആരോമൽ ചേകവരുടെ സൂര്യ തേജസ് കണ്ട് ഉണ്ണിക്കോനാർ എഴുന്നേറ്റ് നിൽക്കുക പോലും ചെയ്തു. 22കാരനായ ആരോമൽ ചേകവർക്ക് അംഗവിദ്യകളെല്ലാം സ്വായത്തമായിരുന്നുവെങ്കിലും ഒരിക്കലും അംഗം വെട്ടിയിരുന്നില്ല. എന്നാൽ അംഗപ്പോരിനുള്ള ക്ഷണം, വിശേഷിച്ചും ആദ്യത്തെ ക്ഷണം നിരസിക്കുന്നത് തറവാട്ടു മഹിമയ്ക്ക് ചേരുന്ന നടപടിയല്ലെന്ന് ആരോമൽ കരുതി. മാതാപിതാക്കളും ഭാര്യമാരും മറ്റ് ബന്ധുമിത്രാദികളും ആരോമലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഉണ്ണിക്കോനാർക്കു വേണ്ടി അംഗം വെട്ടുവാനുള്ള തീരുമാനത്തിൽ നിന്നും ആരോമൽ പിന്മാറിയില്ല. 4 തലമുറയ്ക്ക് കഴിയാനുള്ള അംഗപ്പണം വെച്ചാൽ മാത്രമേ ആരോമൽ ചേകവരെ അംഗത്തിനു കിട്ടൂ എന്ന് അച്ഛൻ കണ്ണപ്പ ചേകവർ കടുപ്പിച്ചു പറഞ്ഞു. ഉണ്ണിക്കോനാർക്ക് മറ്റു വഴിയില്ലാത്തതിനാൽ അതിന് സമ്മതിക്കേണ്ടി വന്നു. മറുവശത്ത് ഉണ്ണിച്ചന്ദ്രോർ പേരുകേട്ട അരിങ്ങോടർ ചേകവരെ ആണ് ക്ഷണിച്ചിരുന്നത്. അതുകൊണ്ട് പുത്തൂരം വീട്ടിൽ ആരോമൽ ചേകവർ തന്നെ വേണം അദ്ദേഹത്തിന്റെ പക്ഷത്തെന്ന് അദ്ദേഹം തീരുമാനവും എടുത്തു. അംഗം നിശ്ചയിച്ചതിന് ശേഷം അംഗത്തിൽ തനിക്ക് സഹായിയായി മച്ചുനായ ചന്തുവിനെ കൂടെ കൂട്ടുവാൻ ആരോമൽ തീരുമാനിച്ചു. അംഗത്തിന് ഉണ്ണിച്ചന്ദ്രാർ ആശ്രയിച്ച അരിങ്ങോടൻ അംഗവിദ്യയിൽ എന്ന പോലെ തന്നെ ചതിപ്രയോഗത്തിലും വളരെ മിടുക്കനായിരുന്നു. അംഗത്തട്ട് പണിയുന്ന തച്ചനെ സ്വാധീനിച്ച് അയാൾ അതിന്റെ നിർമ്മാണത്തിൽ ചില കുഴപ്പങ്ങളുണ്ടാക്കി. പിന്നീട് ആരോമലിന്റെ സഹായിയായ ചന്തുവിനെയും സ്വാധീനിച്ച് അദ്ദേഹത്തിന്റെ പക്ഷത്താക്കുകയും ചെയ്തു. അംഗപ്പോര് അഥവാ പൊയ്ത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ആരോമൽ ചേകവർ അംഗത്തട്ടിൽ കയറി ചില അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയപ്പോൾ അംഗത്തട്ടിൽ വരുത്തിയ പോരായ്മകൾ കണ്ടെത്തുകയും അത് പരിഹരിക്കുകയും ചെയ്യാനായിട്ട് ആരോമൽ ചേകവർക്ക് സാധിച്ചു. അങ്ങനെ അംഗം തുടങ്ങി. അരിങ്ങോടർ 18 അടവും പയറ്റി. നേരെ നിന്ന് അംഗം ചെയ്യാൻ ധീരനായ ആരോമലിനോട് അരിങ്ങോടർക്ക് സാധിച്ചില്ല. അസാമാന്യ മെയ്വഴക്കവും അംഗവടിവും കണ്ട് അരിങ്ങോടർ തോൽക്കുമെന്നുവരെ ഒരു നിമിഷം ചിന്തിച്ചുപോയി. അരിങ്ങോടർ അതുകൊണ്ട് സർവശക്തിയും എടുത്ത് ചില തരികിടകൾ ഒപ്പിച്ച് ആഞ്ഞുവെട്ടി. നാഭിയിൽ മുറിവേറ്റെങ്കിലും ആരോമൽ പരാജിതനായില്ല. ചന്തുവിന്റെ ചതി മൂലം അംഗമധ്യത്തിൽ വെച്ച് മുറിഞ്ഞുപോയ തന്റെ ചുരിക മാറ്റി വേറെ ചുരിക ചോദിച്ചെങ്കിലും മച്ചുനൻ ചന്തു ചതിച്ചു. ചന്തു മാറ്റ ചുരിക നൽകിയില്ല. ചുരികയുടെ പകുതി ഭാഗം കൊണ്ട് ധീരനായ ആരോമൽ അരിങ്ങോടരുടെ തല കൊയ്തു വീഴ്ത്തി. നാഭിയിലെ മുറിവിൽ നിന്നും രക്തം വാർന്നു തളർന്ന ആരോമൽ
ചന്തുവിന്റെ മടിയിൽ തലവെച്ച് കിടന്ന് മയങ്ങിപ്പോയി. ഈ പതനം ചന്തുവിന് അവസരമായി. തന്റെ താല്പര്യങ്ങൾക്ക് തടസ്സമായി നിന്ന ആരോമലിനോടുള്ള പ്രതികാര വാഞ്ച ചന്തുവിൽ ആളിക്കത്തി. അരിങ്ങോടരുമായി പുലർത്തിയിരുന്ന രഹസ്യധാരണ അതിനൊരു കാരണമാവുകയും ചെയ്തു. ചന്തു കുത്തുവിളക്കെടുത്ത് ആരോമലിന്റെ മുറിവിൽ ആഞ്ഞു കുത്തിയ ശേഷം ഓടി ഒളിച്ചു. ആരോമൽ ചേകവരെ പല്ലക്കിൽ എല്ലാവരും കൂടി പുത്തൂരം വീട്ടിലെത്തിച്ചു. അമ്മാവന്റെ മകളായ കുഞ്ഞുണ്ണൂലിയിൽ തനിക്കുണ്ടായ കണ്ണപ്പനുണ്ണിക്ക് എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും നൽകണം എന്ന അന്ത്യാഭിലാഷം അനുജനെ അറിയിച്ച ശേഷം ആരോമൽ ചേകവർ മൃതിയടയുകയാണ് ഉണ്ടായത്. ആരോമൽ ചേകവരുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നല്ല നമസ്കാരം.